നമ്മൾ പലപ്പോഴും നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഒരു ആപ്പിനോട് കൂടെ തന്നെ ചില ആപ്പുകൾ കൂടി ഇൻസ്റ്റാൾ ആകും. നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് അന്വേഷിച്ച് അത് നമ്മുടെ ഫോണിനകത്ത് കണ്ടെത്തും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിനകത്ത് മറ്റൊരു ആപ്പ് കൂടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ആപ്പുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് പല ആളുകളും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അത് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും അങ്ങനെ ഒരു ആപ്പ് നമ്മുടെ ഫോണിനകത്ത് കാണുന്നത്. അല്ലെങ്കിൽ നമ്മളറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ചെയ്ത് വരുന്ന ആപ്പുകളുണ്ട്. നമ്മൾ ഓരോ തവണ ക്ലീൻ ചെയ്താലും നമ്മളറിയാതെ ഏതെങ്കിലും സമയത്തൊക്കെ ആപ്പുകൾ ഇൻസ്റ്റാളായി വരും. ഇതൊക്കെ ഇത്തരത്തിൽ നമ്മൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറേ ആപ്പുകളുണ്ട്. അങ്ങനെ ചില ഗെയിം ആപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മൊത്തത്തിൽ ട്രാക്ക് ചെയ്യുന്ന ഗെയിം ആപ്പുകളുണ്ട്. ഗെയിം കളിക്കാൻ സാധിക്കുമെങ്കിലും അതിനകത്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഡാറ്റകളൊക്കെ ചോർത്തി കൊണ്ടുപോകും. അപ്പോൾ നമ്മളറിയാത്ത തേർഡ് പാർട്ടി ആപ്പുകൾ നമ്മുടെ ഫോണിനകത്തുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. ചില ആപ്പുകളുടെ പേരൊക്കെ ഗൂഗിളുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയില്ല. അതിൻ്റെ ഐക്കൺ വരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്കത് കണ്ടെത്താൻ വളരെ ഈസിയായിട്ട് കണ്ടെത്താനുള്ളൊരു സൗകര്യം നമ്മുടെ ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയെന്ന് കാണിച്ചു തരാം. കാരണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ പകുതി കണ്ടു വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാകില്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പോയി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിനകത്ത് കംപ്ലയിൻറ്റ് വരും. അതുകൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഓരോ വീഡിയോയും കൃത്യമായിട്ട് നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെയൊക്കെ ഫോണിനകത്തുണ്ടാകും ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ നമ്മുടെ മെയിൽ ID കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് താഴെ ഗൂഗിൾ അക്കൗണ്ട് ഈ കാണുന്ന ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പം സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ള ഓപ്ഷൻ കാണും. ഈ കാണുന്ന സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം യുവർ കണക്ഷൻ ടു തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് നോക്കുക. എൻ്റെ ഫോണിനകത്ത് ഒരുപാട് ആപ്പുകളുണ്ട്. ഇവിടെ സി ഓൾ കണക്ഷൻസ് എന്നുള്ള ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോണിനകത്ത് ടോട്ടൽ 14 ആപ്പുകൾ ഇത്തരത്തിൽ കിടക്കുന്നുണ്ട്. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളറിയാത്തതും നമ്മൾ അറിയുന്നതും നമ്മുടെ ഫോണിനകത്ത് ഒരു ഉപകാരവുമില്ലാത്ത ഒരുപാട് ആപ്പുകളുണ്ട്. ഏതോ സമയത്തൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഇത്തരത്തിൽ നമ്മളറിയാതെ ഡൗൺലോഡായി കിടക്കുന്ന നമ്മുടെ ഡാറ്റകൾ ട്രാക്ക് ചെയ്യുന്ന ആപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പോൾ ഈ ഒരു ആപ്പാണ് എനിക്ക് വേണ്ടാത്തതെങ്കിൽ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴെ ഭാഗത്തേക്ക് വരാം. ഇവിടെ കാണാം ഡിലീറ്റ് ഓൾ കണക്ഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും. ഇവിടെ കാണാം തേർഡ് പാർട്ടി ആപ്പ് നിങ്ങളെ ട്രാക്ക് ചെയ്യുന്ന എല്ലാ കണക്ഷൻസും ഡിലീറ്റ് ദ കണക്ഷൻസ് എന്ന് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് കൺഫേം എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഇവിടെ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമില്ലാത്ത നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും കാലത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്പായിരിക്കും നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഡാറ്റകൾ ചോർത്തുന്നതോ നിങ്ങളുടെ സെക്യൂരിറ്റിയെയോ പ്രൈവസിയോ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.